എന്റെ ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർക്കും ഫസ്മിന സക്കീറിനെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ ഓഡിയൻസ് ആയിട്ട് എന്നെ കാണുന്നവർക്കൊക്കെ ഫസ്മിനെ അറിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഫസ്മിന സക്കീറിനെ ഞാൻ ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ടും റിയാക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവായിട്ടും റിയാക്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ബെറ്റിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്തപ്പോഴും, പുള്ളിക്കാരിയുടെ വേറെ കുറെ കുൽസിത കേസുകൾ വന്നപ്പോഴും, അക്ബറിന്റെ എതിരെയുള്ള വിഷയം വന്നപ്പോഴൊക്കെ നമ്മൾ പുള്ളിക്കാരിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഈ ലല്ലു ഇട്ടിട്ട് പോയ വിഷയത്തിൽ പുള്ളിക്കാരി നേരിട്ട പ്രശ്നത്തിലൊക്കെ പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഫസ്മിന സക്കീറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബേസിക്കലി ഞാൻ ഇത് ഫസ്മിന സക്കീറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഫസ്മിന സക്കീർ 100K 1,00,000 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്നെയും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഹൈപ്പ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമന്റ് ചെയ്ത്, ഷെയർ ചെയ്തൊക്കെ കൂടെ കൂട്ടിക്കോണം കേട്ടോ. ഈ ഫസ്മിന സക്കീറിന്റെ വീഡിയോ ഞാൻ നിരന്തരമായിട്ട് കാണുന്ന ഒരാളാണ്. ഫസ്മിന സക്കീറിന്റെ മിക്ക വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഞാൻ വേണമെങ്കിൽ പ്രൂഫ് ആയിട്ട് കാണിക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫസ്മിന സക്കീറിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എസ്പെഷ്യലി ഒരു 3 മാസം മുതൽ, ഈ ലല്ലുവിന്റെ ഇഷ്യൂ ആയപ്പോൾ മുതൽ ഫസ്മിനയുടെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പുള്ളിക്കാരിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ ഞാൻ പുള്ളിക്കാരിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബെറ്റിംഗ് ആപ്പ് പോയിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വിഷയങ്ങളെ കുറിച്ച് അറിയാനായിട്ടാണ്. പക്ഷെ ഈ ലല്ലു തേച്ചിട്ട് പോയൊരു വിഷയത്തിൽ പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി ഞാൻ പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ പുള്ളിക്കാരനെ എതിർത്തും ചെയ്തിട്ടുണ്ട്, അനുകൂലിച്ചും ചെയ്തിട്ടുണ്ട്. ഫസ്മിന എന്നെ എടുത്തിട്ടും റിയാക്ട് ചെയ്തിട്ടുണ്ട്, എടുത്ത് ട്രോൾ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലി എന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് നല്ല ട്രോൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഫസ്മിന ചെയ്യുന്ന എല്ലാ വിഷയത്തിനും വിമർശിക്കുക എന്നൊരു സാധനമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അവരെ വിമർശിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിമർശിച്ചിട്ടും, അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുമാണ് നമ്മൾ വീഡിയോസ് മാക്സിമം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ഫസ്മിനയുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ്, ഇന്നലെ കണ്ട് പുള്ളിക്കാർ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു തമ്മിൽ എന്ന് പറഞ്ഞാൽ മാരേജ് ട്രോമ എന്നും, അതിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിക്കാഹ് ആനിവേഴ്സറിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞിട്ടാണ് ആളെ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഈ വീഡിയോക്കകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ആദ്യം ഇപ്പൊ ഞാൻ കാണിക്കുന്ന ക്ലിപ്പുമായിട്ട് ഒരു ബന്ധമില്ല, സംഭവം ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു ക്ലിപ്പ് നിങ്ങളെ കാണിക്കാം. കഴിഞ്ഞത് എൻ്റെ നിക്കാഹ് ഞാനിപ്പോഴും ഓർക്കുന്നു. ഈ സമയം ഇപ്പോൾ ടൈം എത്ര, ഉച്ചയായി. ഉച്ചയ്ക്ക് കൈ കൊടുക്കുന്ന സമയമാണിത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്ക് ഷിബിലി കൈ കൊടുക്കുന്ന സമയമാണ് ഇത്. ആൻഡ് ഞാൻ കാറിൽ ഇരിക്കുവാണ്, വെരി എക്സൈറ്റഡ്. ബിക്കോസ് എനിക്കിഷ്ടമുള്ള ആളെ ഞാൻ നിക്കാഹ് കഴിക്കാൻ പോകുന്നു. അതിൻ്റെ അത്രയും സന്തോഷത്തിലാണ്. കൂട്ടുകാരുണ്ട്, ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും വന്ന് അത്രയും സന്തോഷകരമായി ചിലവഴിച്ച ഒരു ദിവസമാണത്. അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. ബട്ട് ഓർക്കാൻ അല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് വിധിച്ചിട്ടില്ല. ലൈഫ് ഓക്കെ, പുള്ളിക്കാരുടെ നിക്കാഹ് ആനിവേഴ്സറി ആണ്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം തികയുന്നതിന് മുമ്പേ താൻ ആഗ്രഹിച്ച് പ്രണയിച്ച് കെട്ടിയ ഭർത്താവ് മറ്റു സ്ത്രീകളുമായിട്ട് കുൽസിത ബന്ധത്തിൽ ഏർപ്പെട്ട് അവരുടെ കൂടെ പോയി. ഇത് വളരെയധികം വേദനാജനകമായിട്ടൊരു സാധനമാണ്. ഒരു പെണ്ണാണെങ്കിലും വേദന ഉളവാക്കുന്ന ഒരു സാധനമുണ്ട്. ഒരാണാണെങ്കിലും വളരെയധികം പ്രണയിച്ചൊരു പെണ്ണിനെ കെട്ടി ആ പെണ്ണ് നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല ലൈഫ്, മറ്റൊരാളോട് പോയി കഴിഞ്ഞാൽ വളരെ വിഷമം ഉണ്ടാക്കുന്ന സാധനമാണ്. ഈ വിഷയത്തിൽ ഞാൻ ഫസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് ഫസ്മിനയുടെ തെറ്റുകൊണ്ടല്ല ഈ പയ്യൻ ഇറങ്ങിപ്പോയത്. ഇവനെ ഇറങ്ങിപ്പോയതിന്റെ കാരണം ഇവന് മൂത്ത ഒരു പ്രശ്നമായിട്ടാണ്. ഫസ്മിൻ ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഞാൻ ഇനി മറ്റൊരാളെ ലൈഫിൽ സ്വീകരിക്കും, നല്ല ഒരുപാട് ആമ്പിള്ളേരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിനെയും സപ്പോർട്ട് ചെയ്യുന്നു. ഒരാള് ലൈഫിലേക്ക് വന്നു, അയാളുടെ പിഴവ് കൊണ്ട് അയാൾ ഇറങ്ങിപ്പോയതും, അയാളുടെ പിഴവ് കൊണ്ട് അയാൾക്ക് തോന്നിയ ദിവസം കാണിച്ചതിന് ഫസ്മിന റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്മിന മറ്റേ നല്ലൊരാളെ ലൈഫിലേക്ക് കിട്ടുകയാണെങ്കിൽ, പുള്ളിക്കാരിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കാം. പക്ഷെ പുള്ളിക്കാരി ഇപ്പോ നിരന്തരമായിട്ട് എക്സ്പോസ് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇട്ട് തുടങ്ങിയിട്ട് കൂടുതലും ലല്ലുവിന്റെ വിഷയവും ഇത്തരത്തിലുള്ള കുൽസിത സാധനങ്ങളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി ഒരു വിഷയം, അതായത് പുള്ളിക്കാരി ഇടയ്ക്ക് ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ട് വിഷയം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ തന്നെ ഇതുപോലെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടായിട്ട് പല ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാണും, ഇതിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങളിനകത്ത് ഒരുപാട് വാലിഡ് സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരുപാട് ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവര് പറഞ്ഞൊരു സാധനം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവര് കല്യാണത്തിനിട്ട് ഡ്രസ്സ് ഉണ്ട്. കല്യാണത്തിന് ആണായാലും പെണ്ണായാലും നമ്മൾ എടുക്കുന്ന ഡ്രസ്സ്, നമ്മൾ ഇടുന്ന വാച്ച്, നമ്മൾ ഇടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഒത്തിരി നോക്കി കാത്തു സൂക്ഷിച്ച് അന്വേഷിച്ചൊക്കെ എടുക്കുന്നതായിരിക്കും. അത് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ ഇവരുടെ ഡ്രസ്സിനെ കുറിച്ച് പറയുന്ന ഒരു സാധനം ഞാൻ വിചാരിച്ചു. ആൻഡ് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര്, മീൻസ് ഫിനാൻഷ്യലി അത്ര ബാക്ക്ഗ്രൗണ്ട് ഓക്കെ അല്ലാത്തവരും, പിന്നെ എൻ്റെ ഇൻസ്റ്റയിലാണെങ്കിലും എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു ആ ഡ്രസ്സ് തരുമോ നിൽക്കാനിടാൻ വേണ്ടിയിട്ടാണ്. പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഡ്രസ്സ് കൊടുക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല. ആ ഡ്രസ്സ് കൊടുത്ത്
പിന്നെ അവരുടെ ലൈഫിൽ ഒരു ട്രോമ വരരുത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നം വരരുത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും. ബിക്കോസ് ചിലർക്ക് ലക്കി ചാം എന്ന് പറയുന്ന പോലെ എനിക്ക് ആ ഡ്രസ്സിനെ കാണുന്ന ഒരു അൺലക്കി ചാമായിട്ട്, ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ കൊടുത്തുകൊണ്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയുള്ള ഓവർ തിങ്കിങ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് കൊടുക്കാണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. ഞാൻ റെൻറ്റിനും കൊടുക്കാറില്ല, എവിടെയും കൊടുക്കാറില്ല. അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് അതേപോലെ വെച്ചേക്കുന്നത്. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ബട്ട് ആ ഡ്രസ്സ് എനിക്കൊരു ട്രോമയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് പുള്ളിക്കാരിക്ക് ഒരു ട്രോമയാണ്. പുള്ളിക്കാരി അന്നിട്ട ഡ്രസ്സ് പുള്ളിക്കാരിയുടെ മൂന്നാമത്തെ അലമാരയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് പല ആൾക്കാർ ചോദിക്കുമ്പോഴും പുള്ളിക്കാരി കൊടുത്തില്ല. കൊടുക്കാത്തതിന്റെ കാരണം ഇത് എനിക്ക് അൺലക്കിയാണ്, നിങ്ങൾക്ക് കൊടുത്തിട്ട് അൺലക്കി ആവേണ്ട, ആ ഡ്രസ്സ് എനിക്ക് ട്രോമയാണ്. ഇതാണ് പുള്ളിക്കാരി പറഞ്ഞ സാധനങ്ങൾ. ഇതേ ആൾ തന്നെ മറ്റൊരു കാര്യം ഇതേ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. പിന്നെ ഈ പുണ്യാളനായ ആത്മാവ് നിക്കാഹിൻ്റെ എൻ്റെ മെഹർമാല എടുത്ത് പണയം വെച്ചായിരുന്നു. ആ മാല ഞാൻ തിരിച്ചു പോയി എടുത്തു. അപ്പോൾ ആ മാല തിരിച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പൈസ പോയി എങ്കിൽ പോലും കുഴപ്പമില്ല, ഗോൾഡിന് റേറ്റ് കൂടി നിൽക്കുന്ന സമയമായിരുന്നു. ഞാൻ ആ മാല എടുത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. ഞാനതൊന്ന് ഇട്ടു. എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ആ മാല കഴുത്തിലൊന്ന് ഇട്ട്. എനിക്കപ്പം എൻ്റെ നെറ്റിയൊക്കെ വേർക്കാൻ തുടങ്ങി. എനിക്ക് ആ മാല ഇടാൻ പറ്റുന്നില്ല. ഞാൻ അപ്പം തന്നെ സ്പോട്ടിൽ മാല കൊണ്ട് വിറ്റു. ബിക്കോസ് എനിക്കത് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരു ഇതായിപ്പോയി. ആൻഡ് എനിക്കറിയാം ഗോൾഡിൻ്റെ വില കൂടുകയാണ്, കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ പൈസ കിട്ടും, നഷ്ടത്തിലാവത്തില്ല എന്നൊക്കെ. പക്ഷേ എനി ഡേ ട്രോമ കളയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് ഗോൾഡ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആ ട്രോമ അങ്ങ് ഒഴിവാക്കിയേക്കണം. നമ്മളത് തലയിൽ വെച്ചിട്ട് ബാക്കി നേട്ടങ്ങൾക്ക് പോകരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇത് എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഈ ഡ്രസ്സ് പോലെ തന്നെ ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് ഈ മെഹർ എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനമാണ്. ഇത് സ്വർണ്ണമായിട്ട് വരും. പുള്ളിക്കാരി ഇട്ടപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് അതേ ട്രോമ അതിനകത്ത് ഉണ്ടാവുകയും പുള്ളിക്കാരി ആ മാല അപ്പൊ തന്നെ വിറ്റ് കളയുകയും ചെയ്തു. നമ്മൾ അങ്ങനെ ട്രോമ ഒന്നും കീപ്പ് ചെയ്ത് ഒന്നും ചെയ്യാൻ പാടില്ല എന്നും പറയുന്നു. പക്ഷെ ആ ഡ്രസ്സ് എന്തുകൊണ്ട് പുള്ളിക്കാരി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ഇതുമല്ല എനിക്ക് ടോപ്പിക്. ഇതിന്റെ ഒരു സംശയമായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഹസ്ബൻഡിനോട് തന്നെ ചോദിച്ചു എന്നേ ഉള്ളൂ. മറ്റേ ട്രോമ എന്തുകൊണ്ട് അവർ ഒഴിവാക്കുന്നില്ല, ഈ ട്രോമ എന്തുകൊണ്ട് ഇവർ ഒഴിവാക്കി കളഞ്ഞു, ചെറിയ സംശയം. ഇനി ഇതൊന്നുമല്ല വിഷയം. പുള്ളിക്കാരി ഇതിനകത്ത് ഈ കർമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. പുള്ളിക്കാരിയുടെ വീഡിയോസിനകത്ത് എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നു എനിക്ക് കർമ്മ അടിച്ചാന്ന് പല ആൾക്കാരും പറയുന്നു, കർമ്മ അടിച്ചാന്ന് പല ആൾക്കാരും പറയുന്നു. നമുക്ക് ആ കർമ്മ അടിച്ചെന്ന് കാണാം. ഇവിടുന്നാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന്റെ കണ്ടന്റ് തുടങ്ങുന്നത്. ഓക്കെ, കർമ്മ അടിച്ചതാണ്. അതാണ്. പിന്നെ എനിക്ക് വരുന്നൊരു സംഭവമാണ്, ഏറ്റവും കൂടുതൽ ഈ ടൈമിൽ വന്നതാണ് ഫസ്മിനാക്ക് കർമ്മ കിട്ടിയെന്ന് കുറേ കമൻറ്റ് ഞാൻ കണ്ടു. എന്താണ് കർമ്മ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെയ്ത എന്ത് മിസ്റ്റേക്കിനാണ് എനിക്ക് കർമ്മ കിട്ടിയത്? ഞാൻ ലൈഫിൽ ആരെയും എന്ത് മിസ്റ്റേക്കാണ് ഫസ്മിനക്ക് അറിയില്ല. ഫസ്മിന് ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് ഫസ്മിനക്ക് അറിയില്ല. ഫസ്മിന്റെ ജീവിതത്തിൽ ഒരു മിസ്റ്റേക്കും ചെയ്യാത്ത, ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത ഒരു പാവ വ്യക്തിത്വമാണ് ഫസ്മിന. ഫസ്മിന് ചെയ്ത മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ തൊപ്പിയായിട്ടുള്ളതല്ല ഫസ്മിനക്ക് അടിച്ച കർമ്മ പറയാം. ഇതുവരെ ഞാനൊരു റിലേഷൻ ഞാൻ ഇട്ടേച്ച് പോയിട്ടില്ല. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ വേറെ ആളുടെ കൂടെ പോയിട്ടോ അങ്ങനെ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ നിന്ന് ഒരാളും ഇറങ്ങി പോയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ ആരുടെയും കൂടെ പോയിട്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ചാറ്റ് നോക്കിയിട്ടോ എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ഒരു റിലേഷൻ നിന്നിട്ടുണ്ടെങ്കിൽ പബ്ലിക്കലി വരാം. ആൻഡ് നിങ്ങൾ ഈ പറയുന്ന കർമ്മ എന്ന് പറയുന്ന സംഭവം തൊപ്പിയുടെ കാര്യത്തിലാണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇതേ വ്യക്തി എന്നെ പറ്റി എന്തെങ്കിലും മോശം എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് തിങ്ക് ഫ്രം ബേസിക് നോളജ്. ഓക്കെ, ഈ പറയുന്നത് മണ്ണുണ്ണി പാൽക്കുപ്പി പിള്ളേരാണോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുവാണ്, നിങ്ങൾ മണ്ണുണ്ണി പാൽക്കുപ്പി പിള്ളേരാണോന്നും എനിക്കും അറിയില്ല. ഫസ്മിനിക്ക് കർമ്മ കിട്ടിയത് തൊപ്പിയിൽ നിന്നാണെന്നാണ് പല ആൾക്കാരും കമന്റുകളായിട്ട് ചെയ്യുന്നത്. ഫസ്മിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കർമ്മ എന്ന് പറയുന്ന ഒരു കോപ്പല്ല ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ചത്. നിങ്ങളും തൊപ്പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത് വളരെ മാന്യമായിട്ടാണ് രണ്ടുപേരും ബ്രേക്ക് ചെയ്തത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ബ്രേക്ക് ആയെന്നുള്ള വിവരവും നിങ്ങൾ പബ്ലിക്കിലേക്ക് അവതരിപ്പിച്ചിട്ടില്ല. വളരെ നല്ല കാര്യമാണ്. നിങ്ങൾ അഭിനന്ദനം അറിയിക്കുന്ന കാര്യങ്ങളാണ് രണ്ടുപേരും. പക്ഷേ ഫസ്മിന് അറിയേണ്ട ഒരു കാര്യം, ഈ ലല്ലു ഇറങ്ങിപ്പോയത് ഒരിക്കലും ഈ ഒരു വൃത്തികെട്ട കർമ്മ കൊണ്ടല്ല. അവന്റെ കോണം ശരിയല്ലായിരുന്നു, അതുകൊണ്ടാണ് അവൻ ഇറങ്ങിപ്പോയത്. ഇത് ഫസ്മിനിക്ക് നേരത്തെ അറിയായിരുന്നു. അസ്മിനയുടെ ഇഷ്യൂ വെച്ചിട്ട് ഫസ്മിനിക്ക് അറിയായിരുന്നു ഇവൻ ഇത്തരത്തിലൊരു കുൽസിത സ്വഭാവമുള്ള ഒരാളാണെന്നുള്ള കാര്യം. ഇനി ഫസ്മിന ഇപ്പൊ നിരന്തരമായിട്ട് ചെയ്യുന്ന കാര്യം ലല്ലുവിനെ എക്സ്പോസ് ചെയ്യുക, ഇത്തരത്തിലുള്ള കുൽസിതം ചെയ്യുന്നവരെ എക്സ്പോസ് ചെയ്യുക. ഫസ്മിന ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നോട്ടൊക്കെ എഴുതി കുൽസിതം എക്സ്പോസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ട്. ഇനി ഫസ്മിനക്ക് അടിച്ച കർമ്മ എന്താണെന്ന് ഞാൻ പറയാം. ഫസ്മിനയുടെ വിവാഹം നടന്ന ആ ഒരു ദിവസത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ആ ഒരു സമയത്ത് ഫസ്മിന വളരെയധികം ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ഫസ്മിന നിരന്തരമായി ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു. അതിനെതിരെ ഒരുപാട് ആൾക്കാരുടെ റിയാക്ഷൻ വരുന്നു. അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഫസ്മിന ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നു. അതിനുശേഷം ഫസ്മിന കല്യാണം കഴിക്കുമ്പോൾ ഫസ്മിന തന്നെ പറയുന്നുണ്ട്, ഇതിനകത്ത് 30,000 രൂപയോളം ഞാൻ ലല്ലുവിന് കൊടുത്തു, ഇത്ര രൂപ ഞാൻ ലല്ലുവിന് കൊടുത്തു, അതിന്റെ പൈസ ഇല്ലാഞ്ഞിട്ടെന്ന്. ഫസ്മിന ഈ പൈസ ഒക്കെ എങ്ങനെ ഉണ്ടാക്കിയത്? ഫസ്മിന ഈ പൈസ ഉണ്ടാക്കിയത് ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടാണ്. ആ ആപ്പ് പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു ഇൻസ്റ്റ ഐ ഡി പഠിച്ചു പോയപ്പോഴത്തേനും നിങ്ങൾ അടുത്ത ഇൻസ്റ്റ തുടങ്ങി. ആ ഇൻസ്റ്റ അടിച്ചു പോയപ്പോഴത്തേനും സെക്കൻഡറി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ഇൻസ്റ്റ തുടങ്ങി. അതായത് അതിൽ നിന്ന് വരുന്ന വരുമാനം ലക്ഷ്യം വെച്ചിട്ടാണ് നിങ്ങൾ ഈ ആപ്പ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ഇൻസ്റ്റ മാറി അത് അടിച്ചു പോയിട്ട് പോലും നിങ്ങൾ തുടർന്നുകൊണ്ടിരുന്നത്.
ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്നാവണം നിങ്ങൾ ഈ ലല്ലുവിന് മുടക്കിയതും അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങൾക്ക് എടുത്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 10 ലക്ഷം രൂപ ഉള്ള ഒരുത്തൻ ഇതുപോലെ വന്ന് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് പൈസ ഇടില്ല. അതിനകത്ത് പൈസ ഇടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തീരെ നിവൃത്തിയില്ലാത്ത ആളുകളായിരിക്കും. അയ്യോ ഇവര് പറയുന്നു ഇതിനകത്ത് 500 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ടായിരിക്കും മെജോറിറ്റി പാവപ്പെട്ട ജനങ്ങൾ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട ലോസ് ആണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ കല്യാണം നടത്തിയില്ല മെജോറിറ്റി എമൗണ്ട് എന്ന് പറയുന്നതും പാവപ്പെട്ട ആളുകളുടെ ഇതുപോലെ അപഹരിക്കപ്പെട്ട ഫണ്ടാണ്. വാടക അടയ്ക്കാൻ പറ്റാഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ടത് പ്രോഫിറ്റ് ഉണ്ടാക്കി വാടക അടയ്ക്കാമെന്ന് നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് അതിനകത്ത് ഇട്ട് പൈസ പോയവരുണ്ടാവും. കല്യാണ ആവശ്യത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ തികയാഞ്ഞിട്ട് അതിനകത്തിട്ട് പൈസ പോയ ആളുകളുണ്ടാവും. EMI അടയ്ക്കാനില്ലാഞ്ഞിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ EMI അടയ്ക്കാൻ തികഞ്ഞ് പ്രോഫിറ്റ് കൺഫേം ആയിട്ട് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വാക്കിനെ വിശ്വസിച്ച് ഇതിനകത്തിട്ട് പൈസ പോയിട്ടുള്ള ആളുകളുണ്ടാവും. എത്ര ആൾക്കാരുടെ ലൈഫായിരിക്കും നിങ്ങൾ ഇത് കാരണം നഷ്ടപ്പെടുത്തിയത്? ഇനി ഇതുപോലെ EMIയോ ഇതുപോലത്തെ ബാധ്യതകളോ ഒന്നുമില്ല. നിങ്ങളുടെ വാക്കും കേട്ട് ഒരാള് അതിനകത്തേക്ക് പൈസ ഇടുന്നു, ആ പൈസ അയാൾക്ക് നഷ്ടപ്പെടുന്നു. ഈ ബെറ്റിംഗ് ആപ്പ് എന്ന് പറയുന്ന സാധനം ഉടായ്പാണെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തു. ഒരുത്തൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അയാളെ കൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് അയാൾക്ക് മോഹന വാഗ്ദാനങ്ങൾ നിങ്ങൾ കൊടുപ്പിച്ചിട്ട് അയാളെ കൊണ്ട് ആ ഒരു ബെറ്റിംഗ് ആപ്പിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യിച്ചു. ഇൻവെസ്റ്റ് ചെയ്ത് എത്ര പേർക്ക് പൈസ പോയിട്ടുണ്ട്? നിങ്ങൾ ഭയങ്കര മാന്യതയാണ്, ഞാൻ കുൽസിതം പൊക്കുന്നു, ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കുന്നു, ഞാൻ എന്ത് തെറ്റാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഒന്ന് തിരിഞ്ഞ് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളന്ന് കാണിച്ചു വെച്ചതെന്നുള്ളത്. ആ കിട്ടിയ എമൗണ്ടുകളിൽ നിന്നാണ് നിങ്ങൾ കല്യാണത്തിന് വേണ്ടി കൂടുതലും മുടക്കിയിട്ടുള്ളത്. ഇതും കർമ്മയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അല്ല, അവൻ ഇറങ്ങിപ്പോയത് അവന്റെ കയ്യിലിരിപ്പുണ്ട്, അത് നിങ്ങളുടെ കർമ്മയൊന്നുമല്ല, നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് ഒരു ബന്ധമില്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെ വലിയൊരു മിസ്റ്റേക്ക് പിഴവ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ നിങ്ങളാണ് ഇന്ന് ഞാൻ അവന്റെ കുൽസിത എക്സ്പോസ് ചെയ്യുന്നു, ഇവന്റെ കുൽസിത എക്സ്പോസ് ചെയ്യുന്നു, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യുന്നതൊക്കെ പറയുന്നത്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക സുഹൃത്തെ. പണ്ടൊക്കെ ആയിരുന്നു ദൈവം പിന്നെ പിന്നെ മറ്റു തലമുറയ്ക്കൊക്കെ കൊടുക്കും, ഇപ്പൊ സ്പോട്ടിൽ കിട്ടും. ലല്ലുവിന്റെ വിഷയമല്ല ഞാൻ പറയുന്നത്. അവൻ ഇറങ്ങിപ്പോയതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. നിങ്ങളത് പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കീപ്പ് ചെയ്തു. നിങ്ങൾ നേരത്തെ മുൻ റിലേഷൻഷിപ്പ് ആയാലും നിങ്ങളത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു. അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് ആളുകളെ ദ്രോഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഒരുപാട് ആളുകൾ ഇതിനകത്തേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പല കഷ്ടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് നിങ്ങൾ കബളിപ്പിച്ച് അവന്റെ കയ്യിൽ നിന്ന് കളഞ്ഞതും അതിന്റെ ഒരു പങ്കാണ് നിങ്ങൾ കൈപ്പറ്റിയതും. ആ പങ്കിൽ നിന്നും നിങ്ങൾ വിവാഹാവശ്യത്തിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക. ഫസ്മിനെ ഈ എല്ലാ വീഡിയോയിലും വന്നിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴേ എനിക്ക് കുറെ ദിവസം കൊണ്ട് ഈ സാധനം പറയണമെന്നുള്ളത്. ഈ വീഡിയോക്ക് ചെന്ന് ഞാൻ തീർച്ചയായിട്ടും ഫസ്മിനെ മെൻഷൻ ചെയ്യാം. ഇനി ഫസ്മിനെ ഇത് കണ്ടിട്ട് ചേട്ടന്റെ കളങ്കള ഷർട്ട് കൊള്ളാമല്ലോ, ചേട്ടൻ എന്ത് ആക്ഷൻ ആണ് കാണിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതെ നിങ്ങൾ ഇത് മറുപടി പറയുകയാണെങ്കിൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുക. എന്തായാലും നമ്മളെ ഈ വീഡിയോ കണ്ട എല്ലാ ജനങ്ങൾക്കും നമ്മളെ എന്തെങ്കിലും അഭിപ്രായം ഈ വിഷയത്തിൽ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് നടക്കില്ല കേട്ടോ, കേട്ടാ.